മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ജനം ടിവിയോട്. നിലവിൽ 4 പേരെ കാണാതായി. ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാണ്. പല ഇടങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മഴക്കെടുതി രൂക്ഷമായി നിൽക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം തന്നെ 5 ദിവസം തുടർച്ചയായി മഴ ഉണ്ടാകുന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ എല്ലാ ജില്ലയിലും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫോഴ്സും നമുക്ക് എല്ലാ ജില്ലകളിലും നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും വീടുകൾക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുകയും അതുപോലെ ചില സ്ഥലങ്ങൾ ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 പേരെയാണ് ഇതുവരെ കാണാതായിട്ടുള്ളത്. 3 പേരുടെയും മൃതദേഹം കണ്ടെത്തി ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മഴയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തി പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗമൊക്കെ വിളിച്ചിട്ടില്ലേ? ജില്ലയിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി 11 മണിക്ക് ജില്ലാ കളക്ടേഴ്സിൻ്റെ ഒരു യോഗം വിളിച്ച് ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് ചേരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിനും കൂടുതൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയുള്ള യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും പ്രളയസമാനമായ സാഹചര്യമാണ്. പ്രത്യേകിച്ച് റാന്നി ടൗൺ വെള്ളത്തിനടിയിലാണ്. വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, അവിടെ രക്ഷാപ്രവർത്തനത്തിന് കുട്ടവഞ്ചി അടക്കം ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ദൃശ്യങ്ങളിൽ കാണാം ഗൂഗിളിൻ്റെ പിറകിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കടകളും വീടുകളും ഭാഗികമായി മുങ്ങിത്താണ ഒരു സാഹചര്യം. എന്താണ് നിലവിലെ അവസ്ഥ? KP രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് കുട്ടവഞ്ചി കൂടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് അടവി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വനം വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കുട്ടവഞ്ചികളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ 5 കുട്ടവഞ്ചികളാണ് വന്നിരിക്കുന്നത്. അതിൽ 3 കുട്ടവഞ്ചികൾ ഇപ്പോൾ ഈ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഓഫീസറായിട്ടുള്ള ശ്രീരാജ് സാർ ചേരുകയാണ്. സാറേ, നമുക്ക് എപ്പോഴാണ് ഇങ്ങനെ നിർദ്ദേശം ലഭിച്ചത് കുട്ടവഞ്ചി കൂടി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ? ഇന്ന് രാവിലെയാണ് ബഹുമാനപ്പെട്ട കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് നമ്മുടെ അടവി എക്കോ ടൂറിസത്തിൽ ഇങ്ങനെ നിർദ്ദേശം കിട്ടിയത്. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും ഫോറസ്റ്റർമാരും ഉൾപ്പെടുന്ന സംഘം ഞങ്ങൾ 5 കൊട്ടവഞ്ചിയായിട്ടാണ് ഇവിടെ എത്തിയത്. 3 എണ്ണമാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 2 എണ്ണം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഇതിലെങ്ങനെയായിരിക്കും സാറേ രക്ഷാപ്രവർത്തനം? എത്ര പേർക്ക് കയറാൻ പറ്റും? എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഒരു 5-6 പേരെ വരെ ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. ഇപ്പം ഫസ്റ്റ് പ്രയോറിറ്റി പ്രായമായവർക്കും അതുപോലെ അസുഖബാധിതരായുള്ള ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ആൾക്കാർ തന്നെയാണ് അതിന് തുഴയ്ക്കാനും ബാക്കി സുരക്ഷാ ക്രമീകരണം? അത് തന്നെ, നമ്മുടെ തൊഴിൽക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം കൂടുതൽ വഞ്ചികൾ ഉണ്ടോ? നമുക്കത് നിലവിൽ 5 എണ്ണമാണ് നമുക്കുള്ളത്. അല്ല, കൂടുതൽ വഞ്ചികളുണ്ട്. ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത് 5 എണ്ണമാണ്. അതുകൊണ്ടാണ് 5 എണ്ണം കൊണ്ടുവന്നത്. 2 എണ്ണം എങ്ങോട്ടേക്കാണ് സാർ? അത് ബഹുമാനപ്പെട്ട തഹസീൽദാർ സാർ പറയുന്നതനുസരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കുന്നതായിരിക്കും. താങ്ക് യു. എന്തായാലും അതിൻ്റെ അധികൃതർ ഓഫീസർ സംസാരിച്ചതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ കൂടുതൽ വഞ്ചികളുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ അത് കൊണ്ടുവരും. ഇപ്പോൾ 5 എണ്ണം കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകിയത്. അതിൽ 3 എണ്ണം ഇപ്പോൾ റാന്നി ഇട്ടിയപ്പാറ ഭാഗത്തേക്കാണ് വിട്ടിരിക്കുന്നത്. ബാക്കി 2 എണ്ണം കൂടിയുണ്ട്. അത് മറ്റു ഭാഗങ്ങളിലേക്ക് കൊടുക്കും. തഹസീൽദാർ പറയുന്നതനുസരിച്ചുള്ള പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുമെന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരു സമയം 4-5 ആൾക്കാരെ കുട്ടവഞ്ചിയിൽ രക്ഷാപ്രവർത്തനം നടത്തി തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ഒരു ബോട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആളുകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു ബോട്ടാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ദൃശ്യങ്ങൾ കാണിച്ച ആ ഒരു ബോട്ടാണ് ഇപ്പോൾ തിരിച്ച് വന്നിരിക്കുന്നത്. എന്തായാലും ഡിങ്കി ബോട്ട്, അതിൽ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചേട്ടാ, നിങ്ങൾ എവിടെയായിരുന്നു ചേട്ടാ? സ്പെഷ്യൽ ബ്രാഞ്ച് DSP ആണ്. അതെ അല്ലേ സാർ? അവിടെ ഇനി ആൾക്കാരുണ്ട്? ആൾക്കാർ അധികം ഇല്ല, ഏകദേശമൊക്കെ. ശരി, എന്തായാലും കൂടുതൽ ആൾക്കാർ ഇനി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് റാന്നി MLA അടക്കം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടവഞ്ചികൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ ബോട്ടുകൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും അക്കരയിൽ കൂടുതൽ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്.
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവരെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം ഒരു ബോട്ടിൽ ഒരു 2, 3 അല്ലെങ്കിൽ 4 പേരെ മാത്രമാണ് പരമാവധി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ ആൾക്കാരെ ഒറ്റ ട്രിപ്പിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു വെല്ലുവിളിയായിട്ട് അവശേഷിക്കുന്നത്. പക്ഷേ കൂടുതൽ ബോട്ടുകൾ എത്തിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. എന്തായാലും കുട്ടവഞ്ചി കൂടി എത്തിച്ച സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ കരയ്ക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതായത് ഗൂഗിൾ ഇപ്പോഴും പലയിടങ്ങളിലും പല വീടുകളിലും ഈ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഇപ്പോഴും വീടുകളിൽ കഴിയുകയാണ്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു ഒരുക്കവും നീക്കവുമാണ് ബന്ധപ്പെട്ടവർ നടത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. ഇനിയും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവരും കുട്ടികളായിട്ടുള്ളവരും പ്രായമായിട്ടുള്ള ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ട്. വീടിന് പുറത്തേക്ക് നാലുപാടും വെള്ളമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെയൊക്കെ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലേക്കായിട്ട് വള്ളങ്ങളും അതോടൊപ്പം തന്നെ ഈ വഞ്ചികളും ഒക്കെ വിട്ടുകൊണ്ട് അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം അവർക്ക് ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഒരു ചേട്ടൻ്റെ പ്രതികരണം കണ്ടിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഇക്കരെ നീന്തി വന്ന് അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ബണ്ണും ബ്രെഡും ഒക്കെ മേടിച്ചുകൊണ്ട് തിരികെ നീന്തി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്രമാത്രം പരിതാപകരമാണ്. പ്രത്യേകിച്ച് ആ ചേട്ടൻ പറയുന്നതനുസരിച്ച് പ്രായമായവരൊക്കെ ഉണ്ട്, പുള്ളി വയോധികരായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ അവരുടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സമീപ വീടുകളിലുമൊക്കെ അതേ അവസ്ഥയുണ്ട്. അവരൊക്കെ ഭക്ഷണം കിട്ടാതെ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അവർക്ക് ഭക്ഷണമൊക്കെ എത്തിക്കുക എന്നുള്ളത് കൂടി ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അടക്കം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും റാന്നിയിൽ 2018 ഉണ്ടായതിന് സമാനമായിട്ടുള്ളൊരു പ്രളയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മഴ ഇത്രയും മണിക്കൂറായിട്ട് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള ആശ്വാസമാണ്. പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രാവിലെ ഉണ്ടായിരുന്ന അതേ നിരപ്പിൽ തന്നെ വെള്ളം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇറങ്ങിപ്പോകുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം പഴകുളം മധു MLA അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതനുസരിച്ച് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് അടിയന്തരമായിട്ട് ആവശ്യമായിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രിക്ക് അടക്കം അദ്ദേഹം അപേക്ഷകൾ നൽകിയിട്ടുള്ളതായിട്ടും മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് റാന്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഒറ്റ മഴയ്ക്ക് തന്നെ ഈ രീതിയിൽ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഈ വെള്ളം ഒഴിയുന്നില്ല, വെള്ളം ഒഴുകിപ്പോകുന്നില്ല, വെള്ളക്കെട്ട് അതേപോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം പ്രയാസവുമാണ്. കൂടാതെ ഈ മഴ മാറിക്കഴിഞ്ഞാലും ഈ വെള്ളം ഒഴുകിപ്പോകാതെ നിൽക്കുന്നത് ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം ഇടവരുത്തും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ത്വരിതഗതിയിൽ തന്നെ ആവശ്യമാണ്, അനിവാര്യവുമാണല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് മലിനജലമാണ്. നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് മാലിന്യങ്ങളടക്കം ഒഴുകി വരുന്നൊരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളത്തിലൊക്കെ പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടത് ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളും വരുന്ന ദിവസങ്ങളുമൊക്കെ അത്തരം കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഒപ്പം ഇവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. അതായത് പെട്ടുകിടക്കുന്ന ആളുകളെ എത്രയും വേഗം മറ്റ് കേന്ദ്രങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതിനായിരുന്നു ഒരു പ്രാധാന്യം നൽകി ആദ്യഘട്ടത്തിൽ അടിയന്തരമായിട്ട് ആ നടപടികൾക്കാണ് പ്രാധാന്യം നൽകി നടത്തി വന്നിരുന്നത്. ഇനി എന്തായാലും അവരെ ബഹുഭൂരിപക്ഷം ആളുകളെയും മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം റാന്നിയിൽ മാത്രമല്ല ജില്ലയുടെ മറ്റു പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് കോന്നി, ചിറ്റാർ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരെ പക്ഷേ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഈ ജില്ലാ കളക്ടർ അറിയിച്ചത്. അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും മരുന്നും അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് തഹസീൽദാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ഏകോപനത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പത്തനംതിട്ട ജില്ലയുടെ ചില പ്രത്യേകതകൾ, പ്രത്യേകിച്ച് നാളെ ശബരിമല തീർത്ഥാടനം നിറപുത്തരിക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറക്കാനിരിക്കുന്ന സാഹചര്യം കൂടിയിട്ടുണ്ട്. പമ്പാ നദിയിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അവിടേക്ക് ഭക്തരുടെ വരവിനെ അടക്കം നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പോഴെന്തായാലും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ് എന്നുള്ളതാണ് കളക്ടർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. മറ്റന്നാളാണ് നിറപുത്തരി ചടങ്ങുള്ളത്. നാളെ വൈകിട്ട് ക്ഷേത്ര നട തുറക്കാനായിട്ടിരിക്കുകയാണ്. എന്തായാലും ഭക്തരെ പ്രവേശിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ആറന്മുള ക്ഷേത്രവും. ആറന്മുളയിൽ വള്ളസദ്യ
അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നിപ്പോൾ പൂർണ്ണമായിട്ടും പമ്പാ നദിയിൽ പള്ളിയോടങ്ങൾക്ക് ഇറങ്ങുവാനായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പള്ളിയോടം പോലും വെള്ളത്തിലിറങ്ങരുത്, നീറ്റിലിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം വള്ളസദ്യ ഒരു ചടങ്ങ് മാത്രമായിട്ട് നടത്തുവാനായിട്ട് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലെ തീരുമാനങ്ങൾ അതിനനുസരിച്ച് സാഹചര്യങ്ങൾ നോക്കി കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ബോട്ടുകളും വഞ്ചികളും എത്തി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ റാന്നിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവരിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും മുതിർന്നവരും ഇപ്പോഴും ഉണ്ട് വീടുകളിൽ. അവരെ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതേസമയം തന്നെ മഴ അല്പം മാറി നിൽക്കുന്നത് ആശ്വാസകരവുമാണ്. ഗൂഗിൾ രമേശാണ് വിവരങ്ങൾ നൽകിയത്.